What is up guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുതിയ ഹോളിവുഡ് ഇംഗ്ലീഷ് മൂവി ജുറാസിക് വേൾഡ് റീബർത്ത്. ഡയറക്റ്റഡ് ബൈ ഗാരത്ത് എഡ്വേർഡ്സ്, സ്റ്റാറിംഗ് സ്കാർലെറ്റ് ജോഹാൻസൺ, മഹർഷാല അലി. ഈ മൂവി കാണുന്നതിന് മുമ്പേ മറ്റേ ജുറാസിക് വേൾഡ് അല്ലെ പാർക്ക് മൂവീസ് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ആവശ്യമില്ല. ഈ മൂവിയുടെ സ്റ്റോറി ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. സോ യു ക്യാൻ ഗോ എൻജോയ് വിതൗട്ട് വാച്ചിങ് ദി അതർ ഫിലിംസ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്രിറ്റിക്സ് റിവ്യൂ ഇടുന്നുണ്ട്. ഹോളിവുഡിൽ നിന്ന് സ്പെഷ്യൽ സ്ക്രീനിങ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇതെല്ലാം നെഗറ്റീവ് റിവ്യൂസ് ആണ്. ഇന്നലെ ഇത് തിയേറ്ററിൽ റിലീസായി. ഓഡിയൻസ് റിയാക്ഷൻ ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ. എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഓവറോൾ ഒരു നെഗറ്റീവ് റിവ്യൂ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ഗൈസ്. ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലെ കഴിഞ്ഞ രണ്ട് മൂവീസും, ജുറാസിക് വേൾഡ് ഡൊമിനിയൻ ആൻഡ് ജുറാസിക് വേൾഡ് ഫാലൻ കിങ്ഡം, ഈ രണ്ട് മൂവീസും പന്ന മൂവീസ് ആയിരുന്നു. മോസ്റ്റ്ലി അത് കാരണമായിരിക്കും ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെ ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഇവരൊരു പുതിയ ഡയറക്ടറിനെ കൊണ്ടുവന്ന്, ഒരു പുതിയ സെറ്റ് ഓഫ് ആക്ടേഴ്സിനെ കൊണ്ടുവന്ന്, ദ സ്റ്റോറി ഓഫ് ദിസ് ഫിലിം ഹാസ് നോ ലിങ്ക് വിത്ത് ദ പാസ്റ്റ് മൂവീസ്, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആയിട്ടാണ് ഈ മൂവിയെ ഇവർ എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. ആൻഡ് ഐ വാസ് സർപ്രൈസ് ബിക്കോസ് ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ഗാരത്ത് എഡ്വേർഡ്സ്, പുള്ളി ഇതിൻ്റെ മുമ്പേ നല്ല അടിപൊളി ലാർജ് സ്കെയിൽ വിഷ്വലി അടിപൊളിയായ മൂവീസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർ പുതിയ സെറ്റ് ഓഫ് ആക്ടേഴ്സിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്കാർലെറ്റ് ജോഹാൻസൺ, മഹർഷാല അലി. അപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ഒരു സെറ്റപ്പാണ്. പക്ഷേങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഓവറോൾ നെഗറ്റീവ് റിവ്യൂസ് ആണ് എല്ലായിടത്തും. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ എന്തുവാന്ന് വെച്ചാൽ സോർട്ട് ഓഫ് ഡിഫറെൻ്റ് ആണ്. ഭയങ്കര പന്നലുമല്ല, പക്ഷേ ഒരു നല്ല മൂവിയല്ല. ഒരു ആവറേജ് ടൈം പാസ് മൂവിയാണ് ഗൈസ് ജുറാസിക് വേൾഡ് റീബർത്ത്. ഈ മൂവിയുടെ ഗൈസ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ്സ് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു പോസിറ്റീവ്സ്. സോ ലെറ്റ്സ് ജസ്റ്റ് ജംപ് ഇൻ ടു ഇറ്റ്. ഒരേ ഒരു പോസിറ്റീവ് ഉണ്ട് ഗൈസ് ഈ മൂവിക്കകത്ത്. ദാറ്റ് ഈസ് ദ സ്പെഷ്യൽ ഇഫക്ട്സ്, ദ വിഷ്വൽ ഇഫക്ട്സ്, ഡൈനസോർസ് വേഴ്സസ് ഹ്യൂമൻസിൻ്റെ ആക്ഷൻ സീക്വൻസസ്. അടിപൊളിയായിരുന്നു ഗൈസ്. ഒരു കുറവുമില്ല സ്പെഷ്യൽ ഇഫക്ട്സിനും. നല്ല ടെൻഷൻ ബിൽഡിംഗ് ആക്ഷൻ സീക്വൻസസ് ആയിരുന്നു. ബിഗ് സ്ക്രീൻ അല്ലെ സിനിമ തിയേറ്ററിൽ കാണാൻ വർത്തിട്ടായ സീക്വൻസസ് ആണ്. സോ ദി ആക്ഷൻ സീക്വൻസസ്, ദ വിഷ്വൽ ഇഫക്ട്സ്, ദേ വർ റിയലി റിയലി ഗുഡ്. ഇനിയും നെഗറ്റീവ്സിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് നെഗറ്റീവ്, ഈ മൂവിക്കകത്ത് സ്റ്റോറി ഇല്ല ഗൈസ്. ഈ മൂവിക്കകത്ത് സ്റ്റോറി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിലെ സ്റ്റോറിയാണ്. ഒരു പുതിയ ഡ്രഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് 3 പർട്ടിക്കുലർ ഡൈനസോർസിൻ്റെ DNA വേണം. അപ്പോൾ ഈ ഡൈനസോർസ് എല്ലാം ഒരു ഐസൊലേറ്റഡ് ഐലൻഡിലാണ് താമസിക്കുന്നതും ജീവിക്കുന്നതും. ആ ഐസൊലേറ്റഡ് ഐലൻഡിൽ പോകണം, ഈ ഡൈനസോർസിൽ നിന്ന് DNA എടുക്കണം, തിരിച്ചു വരണം. ദാറ്റ് ഈസ് ഇറ്റ്, നത്തിങ് എൽസ്. ഇങ്ങനെ സിമ്പിൾ വൺ ലൈൻ സ്റ്റോറീസ് യൂസ് ചെയ്തും നമുക്ക് അടിപൊളി മൂവീസ് ഉണ്ടാക്കാം. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ജോൺ വിക്ക്. സിമ്പിൾ ഒരു വൺ ലൈൻ സ്റ്റോറിയാണ്. ബട്ട് വാട്ട് വർക്ക്ഡ് വാസ് ഒരു പുതിയ യൂണിവേഴ്സിനെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു. ജോൺ വിക്കിൻ്റെ അസാസിൻസ് ഉള്ള ആ കംപ്ലീറ്റ് യൂണിവേഴ്സ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്റ്റോറി ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ഈ പുതിയ യൂണിവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇൻവെസ്റ്റഡ് ആയിരുന്നു. പിന്നെ റിലൻറ്റ്ലെസ് ആക്ഷൻ, കണ്ടിന്യൂസ് ആക്ഷൻ, അൺഎൻഡിങ് ആക്ഷൻ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. ആക്ഷൻ കാരണം നമ്മൾ ആക്ഷൻ സീക്വൻസസിൽ ഇൻവെസ്റ്റഡ് ആയിരുന്നു. സ്റ്റോറി ഇല്ലായിരുന്നെങ്കിലും അത് പ്രശ്നമില്ല. യൂണിവേഴ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. The same treatment had to be done with this film. ഒരു സിംഗിൾ ലൈൻ സ്റ്റോറി ആണെങ്കിൽ നിങ്ങൾ ഓക്കെ യൂണിവേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് യൂണിവേഴ്സ് പുതിയതായിട്ട് കാണിക്കാനൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ മുമ്പേ 6-7 പടം കണ്ടിട്ടുണ്ട്, നമുക്കറിയാം എന്തോ യൂണിവേഴ്സ് ആണെന്ന്. പക്ഷെങ്കിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ആക്ഷൻ സീക്വൻസസ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്തുള്ള ആക്ഷൻ സീക്വൻസസ് നല്ല രസമാണ്, പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ആൾക്കാരുടെ കോൺവെർസേഷൻസും സംസാരവും ആ സെയിം കാര്യത്തിനെ കുറിച്ച് നമുക്കറിയാം ഗൈസ് ഇത് എന്താണെന്ന്. സോ ദാറ്റ് ഈസ് വൈ ദിസ് മൂവി വാസ് വെരി ബോറിംഗ് ഇൻ എ ലോട്ട് ഓഫ് പാർട്സ്. ആക്ഷൻ സീക്വൻസസ് വരുമ്പോൾ നല്ല രസമാണ്, പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല കിടില മൂവിയായി മാറിയാണ്. നെഗറ്റീവ് നമ്പർ 2 ഗൈസ്, ഈ മൂവിക്കകത്ത് കുറേ കാര്യങ്ങൾ വളരെ അൺറിയലിസ്റ്റിക് ആയിരുന്നു. അത് മൂവിയുടെ സ്റ്റോറിയെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ടോട്ടലി അൺബിലീവബിൾ ആയ കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഡൈനസോറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് സിംഗിൾ ഫൈറ്റാണ്. ഈ ഡൈനസോർ എന്ന് വെച്ചാൽ ഈ മൂവിയുടെ ലാസ്റ്റ് വരുന്ന ഏറ്റവും വലിയ ഡൈനസോറാണ്. നമ്മളെല്ലാവരും ഓർത്ത് പോയി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ സീനൊക്കെ മാറി വേറെ സീനാണ്. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി സം ഹൗ എസ്കേപ്സ് ആൻഡ് കംസ് ബാക്ക്. എങ്ങനെ ഇത്രയും വലിയ ഡൈനസോർ ഇത്രയും ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞ് ഇത്രയും നിങ്ങൾ അതിനെ വിഷ്വലി ഇത്ര ഈവിളാക്കി കാണിച്ചു, ഭയങ്കര വലിയ സൈസൊക്കെ ആക്കി കാണിച്ച്, എന്നിട്ട് പുള്ളി എസ്കേപ്പ് ചെയ്ത് വന്നു. എങ്ങനെ ആ ഡൈനസോർ അവിടെ പോയി? ചുമ്മാ അൺറിയലിസ്റ്റിക് കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ കുറേ അൺറിയലിസ്റ്റിക് കാര്യങ്ങളുണ്ട് ഗൈസ് ഈ മൂവിക്കകത്ത്. ഈ മൂവിയുടെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളി ഈ ഫൈനലി നടക്കുന്ന ഡൈനസോർ ഫൈറ്റിൻ്റെ അകത്ത് പുള്ളിക്ക് ഒരു വണ്ടി കിട്ടി. പുള്ളി ആ വണ്ടി എടുത്തുകൊണ്ട് ഓടി. പുള്ളിക്ക് ഈസിലി എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു കാര്യമില്ലാതെ പുള്ളി തിരിച്ചു വരുന്നു. അതിനൊരു റീസൺ അല്ലെ ലോജിക് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. ഇത് പുള്ളി തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞ അയ്യോ സ്റ്റോറി മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇതുകൊണ്ട് വന്നേക്കുന്നത്. അങ്ങനെ കുറേ അൺറിയലിസ്റ്റിക് പോയിന്റ്സ് ഉണ്ടായിരുന്നു ഗൈസ്, ബിക്കോസ് ഓഫ് വിച്ച് ദി എക്സ്പീരിയൻസ് വാസ് ഗുഡ് ബട്ട് സോർട്ട് ഓഫ് അൺബിലീവബിൾ. നെഗറ്റീവ് നമ്പർ 3 ഗൈസ്, ഇതൊരു 3D മൂവിയാണ്. പക്ഷേ ഇതിന് 3Dയുടെ ഒരു ആവശ്യമില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. ഇതിനകത്ത് 3D സീൻസ് ഉണ്ടോ, ഭയങ്കര എഫക്റ്റീവായ 3D സീൻസ് ഉണ്ടോ? 1 or 2. ഇതിനകത്തൊരു ഇങ്ങനെ പറക്കുന്ന ഡൈനസോർ ഇങ്ങനെ പറന്നു വരുന്നു, അതൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആരോ വിടുന്നു, ആ ആരോ ഇങ്ങനെ പറന്നു വരുന്നു. ദാറ്റ്സ് ഇറ്റ്. അതല്ലാതെ വേറെ ഒരു 3D എഫക്റ്റും ഈ മൂവിക്കകത്തില്ലായിരുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ ചുമ്മാ 3D ഗ്ലാസ് ഒക്കെ നമ്മൾ ഇടിപ്പിക്കുന്നത്? ഈ 3D ഗ്ലാസ് ഇടുന്ന കാരണം സ്ക്രീൻ ഇച്ചിരി ഡാർക്ക് ആകും, വിഷ്വൽസ് ഫസി ആകും. ഇറ്റ് ടോട്ടലി റൂയിൻഡ് ദ എക്സ്പീരിയൻസ്. 3Dയുടെ ഒരു ആവശ്യമില്ലായിരുന്നു ഈ മൂവിക്ക്. സോ ഗൈസ്, മൈ ഫൈനൽ വേർഡിക്റ്റ്, ഈ മൂവിക്കകത്ത് സ്റ്റോറി എന്ന് പറഞ്ഞ സാധനമില്ല. ആക്ഷൻ സീക്വൻസസ് ഉള്ളത് നല്ല രസമായിരുന്നു. ദാറ്റ്സ് ദി ഇഷ്യൂ. ഇത്രയും നല്ല ആക്ഷൻ സീക്വൻസസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇടണമായിരുന്നു. ഒന്നാമത് സ്റ്റോറി ഇല്ല. അപ്പോൾ നിങ്ങൾ ആക്ഷൻ സീക്വൻസസ് കാണിച്ച് നമ്മളെ ഇൻട്രസ്റ്റഡ് ആക്കി കീപ്പ് ചെയ്യണമായിരുന്നു. അത് ഇവർ ചെയ്തില്ല. സോ ഓവറോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ആവറേജ് ടൈം പാസ് ഫിലിം. ഞാനിങ്ങനെ ഭയങ്കര പന്നലാണെന്നും പറയത്തില്ല, പക്ഷേ നല്ലതുമല്ല. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ദിസ് മൂവി, ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കാരണം ഉള്ള ആക്ഷൻ സീക്വൻസസ് നല്ല രസമാണ്.
പിള്ളേരെയൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൈം പാസ് മൂവിയാണ്. പിള്ളേരൊക്കെ ഇൻട്രസ്റ്റഡ് ആയി അവിടെ ഇരിക്കും. ഞാൻ പോയ തിയേറ്ററിനകത്ത് നിറച്ച ആൾക്കാരായിരുന്നു, അതിനകത്ത് മെജോറിറ്റി പിള്ളേരായിരുന്നു, ആൻഡ് ദേ വർ എൻജോയിങ്. സോ ഗൈസ്, ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് ജുറാസിക് വേൾഡ് റീബർത്ത്. I will see you guys in another video. Till then, take care. Goodbye.